അപ്പോൾ ഗൈസ് നമ്മൾ ദിലീപൻ്റെ പവി ഹെയർ ടേക്കർ എന്ന സിനിമ ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് വന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു കൊച്ചു റിവ്യൂവാണ് ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രതീഷ് രാഘവൻ തിരക്കഥ എഴുതി വിനീത് കുമാർ സംവിധാനം ചെയ്ത ഒരു കൊച്ചു പടമാണ് പവി ഹെയർ ടേക്കർ. നമ്മുടെ ദിലീപേട്ടന് തന്നെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഈ പടം കാണാൻ പോയത് ഒരു പ്രതീക്ഷയുമില്ലാതെയാണ്. കാരണം ഞാൻ സോങ് ഇറങ്ങിയപ്പോഴായാലും ട്രെയിലർ ഇറങ്ങിയപ്പോഴായാലും എനിക്കൊരു പ്രതീക്ഷയും തന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയില്ലാതിട്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. പക്ഷേ പടം കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ആ പ്രതീക്ഷ തെറ്റി. കാരണം തിയേറ്ററിൽ നിന്ന് ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോയി കാണാൻ പറ്റിയൊരു നല്ലൊരു സിനിമയാണ് പവി ഹെയർ ടേക്കർ. ദിലീപേട്ടൻ്റെ തന്നെ മുമ്പത്തുള്ള സിനിമകളെ റെഫറൻസ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ക്ലീശയോ കണ്ടു മറന്നതോ ആ ഒരു ഫീലൊന്നും തരത്തില്ല. ഒരു ഫ്രഷ്നെസ് രീതിക്കാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഈ ഒരു സിനിമയിൽ നമ്മൾ ഇന്നാവും, നമ്മളുടെ പ്രേക്ഷകനെ ഇന്നാവുകയും പിന്നെ ഓരോ സീനും കടന്നു പോകുന്ന രീതി, ഓരോ കോമഡിയും പ്ലേസ് ചെയ്തേക്കുന്ന രീതി, ഇൻ്റർവൽ പ്ലേസ് ചെയ്തേക്കുന്ന രീതി, ക്ലൈമാക്സിൽ ആ ഒരു ഇമോഷൻ പ്ലേസ് ചെയ്തേക്കുന്ന രീതി എല്ലാം നമ്മളുടെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുകയും കണക്റ്റ് ആവുകയും ചെയ്യും. എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ തിയേറ്ററിൽ പോയി കുടുകൂടാന്ന് ചിരിച്ച് എന്താ പറയുക, ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റിയൊരു കണ്ടിറങ്ങാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് പവി ഹെയർ ടേക്കർ. അപ്പോൾ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടവനാണെങ്കിൽ അഭിപ്രായം പറയുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആരും പരിഗണിക്കുക. ഓക്കെ.